സോ മക്കളെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം പ്രിസം ജൂനിയേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം പറയണം. നമ്മൾ ഇപ്പോൾ വേവ്സിന്റെ കുറെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. സോ വേവ്സിന്റെ ക്യാരക്ടർ ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്, സ്പീഡ് ഓഫ് വേവ് എന്ന് പറയുന്നത്. എന്താണ് സ്പീഡ് ഓഫ് വേവ്? സോ സ്പീഡ് ഓഫ് വേവ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും? തരംഗവേഗത എന്ന് പറയാൻ പറ്റും. തരംഗവേഗത. സോ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വേഗത എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗത അല്ലെങ്കിൽ സ്പീഡ്. ഓക്കെ, നമ്മുടെ വേഗത എന്താണ്? ഒരു സ്പീഡ് നമ്മൾ പറയും എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് എന്ത്? നമ്മുടെ ദൂരം അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്നൊക്കെ നമുക്ക് പറയാം, ഡിവൈഡഡ് ബൈ സമയം. സോ ഈ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് സ്പീഡ്. ഈ സ്പീഡ് ഓഫ് വേവിന്റെ കേസ്, വേവിന്റെ സ്പീഡ് പറയുന്ന സമയത്ത് നമ്മൾ ഇവിടെ എടുക്കുന്ന ടൈം അല്ലെങ്കിൽ നമ്മുടെ സമയം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും എന്നല്ലടാ? 1 സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, 1 സെക്കൻഡ് ആയിരിക്കും. റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? നമുക്ക് കിട്ടുന്ന സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന് അല്ലെങ്കിൽ ദൂരത്തിന് എന്തായിരിക്കും? സമമായിരിക്കും. ഓക്കെ, അതുള്ളൂ, സിമ്പിൾ അല്ലേ? ദ സ്പീഡ് ഓഫ് വേവ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. ഓക്കെ, എന്താണ്? ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗവേഗം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, ഇതിന്റെ യൂണിറ്റ് എന്താണ്? ദൂരം ബൈ സമയം, മീറ്റർ പെർ സെക്കൻഡ്. സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, സിമ്പിൾ അല്ലേ? കാര്യം സിമ്പിൾ അല്ലേ? കറക്റ്റ് കിട്ടിയില്ലേ? ഓക്കെ, സോ ഈ ഒരു പ്രോപ്പർട്ടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് നോക്കുക? when the speed of wave is constant, frequency of the wave is inversely proportional to the wavelength. നമ്മൾ ഫ്രീക്വൻസി എന്താണെന്ന് അറിയാം, അല്ലെങ്കിൽ ആവൃത്തി എന്താണെന്ന് അറിയാം, വേവ് ലെങ്തിനെ കുറിച്ച് അറിയാം. ഇപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? സ്പീഡ് ഓഫ് വേവ് കൂടെ പഠിച്ചു. സോ സ്പീഡ് ഓഫ് വേവ് നമ്മൾ എന്ത് ചെയ്യാണ്? കോൺസ്റ്റന്റ് ആക്കി വെക്കാണ്. അയാൾക്കൊരു മാറ്റം ഉണ്ടാവില്ല. പക്ഷേ എന്ത് റിലേഷൻ നമുക്ക് കണ്ടെത്തിയത്? നമ്മൾ കണ്ടെത്തിയ റിലേഷൻ തരംഗത്തിന്റെ ആവൃത്തി, അതായത് ഫ്രീക്വൻസി, അല്ലെ എന്തിന്? തരംഗത്തിന്റെ ദൈർഘ്യത്തിന്, അല്ലെങ്കിൽ നമുക്കറിയാം വേവ് ലെങ്തിന്. എന്തിനാണ്? വിപരീത അനുപാതം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തിനാണ്? വേവ് ലെങ്ത്, അല്ലെങ്കിൽ നമ്മൾ ലാംഡ എന്ന് പറയും. ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എപ്പോഴാണ്? നമ്മുടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആകുന്ന സമയത്ത്. അപ്പൊ നമുക്കൊരു കോൺസ്റ്റന്റ് നമ്മളോട് ഇക്വേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. സോ ഈ ഒരു കാര്യം കൃത്യമാണ് മക്കൾക്ക് ഓർമ്മ ഉണ്ടാകുക, കൃത്യമായിട്ട്. സോ അത് നമുക്ക് ഈ ഒരു ഫിഗറിൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിൽ നമുക്ക് കാണാവുന്നതാണ്. സോ ഈ ഒരു ഗ്രാഫ് ഡിസ്പ്ലേസ്മെന്റും അതേപോലെ എന്താണ് എത്തുന്നത്? ഡിസ്റ്റൻസും ആണ് എടുത്തിരിക്കുന്നത്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എടുത്തിരിക്കുന്നു. സോ രണ്ടും ഒരേപോലത്തെ ആളാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ്? ഫ്രീക്വൻസിയിലുള്ള വ്യത്യാസമാണ്, അല്ലെങ്കിൽ വേവ് ലെങ്തിലുള്ള വ്യത്യാസമാണ്. നമ്മൾ ഇവിടെ പഠിച്ചുള്ള കാര്യമാണ് ഇവിടെ. ഓക്കെ, അതായത് ഇവിടുത്തെ 12 ഡിസ്റ്റൻസ്, ഇവിടെയും 12 ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാം. ഒരു സെക്കൻഡിലാണ് എന്തുണ്ടാവുന്നത്? ഈ ഒരു വേവ് ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താവുന്ന വെലോസിറ്റി നമുക്ക് ഡിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും. 12 എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, 12 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. ഓക്കെ, സോ എന്തായിട്ടുണ്ട്? വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടുണ്ട്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റണം? ഇവിടെ വേവ് ലെങ്ത് ഫ്രീക്വൻസി തമ്മിലുള്ള റിലേഷൻ കാണാൻ പറ്റും. ഈ ഒരു സമയത്ത് ഡിസ്റ്റൻസ് ഇവിടെ എത്ര? ഫ്രീക്വൻസി 1, 2, 3 ആയിരുന്നു എന്ത്? ഇവിടുത്തെ ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ വേവ് ലെങ്ത് എന്തായിരുന്നു? 2 ആയിരുന്നു. പക്ഷേ രണ്ടാമത്തെ ഫിഗർ നോക്കൂ, ഇവിടുത്തെ വേവ് ലെങ്ത് എന്തായിട്ടുണ്ട്? ഇവിടുത്തെ വേവ് ലെങ്ത് 1 ആയിട്ടുണ്ട്. സോറി, ഇവിടുത്തെ വേവ് ലെങ്ത് 4 ആണ്. കംപ്ലീറ്റ് ഓസിലേഷനിൽ ഇവിടുത്തെ വേവ് ലെങ്ത് എന്താണ്? 2 ആണ്. സോ 2ഉം 4ഉം ആയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഫ്രീക്വൻസിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇവിടെ 1, 2, 3, 4, 5, 6. സോ കറക്റ്റ് അല്ലേ? ഫ്രീക്വൻസി എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രീക്വൻസി എന്തായി? ഇവിടെ ഫ്രീക്വൻസി 3ൽ നിന്ന് 6ആയി. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ഇൻവേഴ്സ്ലി ആണ്. വേവ് ലെങ്ത്തിന് എന്ത് സംഭവിച്ചു? 4 വേവ് ലെങ്ത് ഉള്ളത് എന്തായിട്ടുണ്ട്? 2 ആയിട്ടുണ്ട്. ഓക്കെ, എന്താണ്?
വെലോസിറ്റി കോൺസ്റ്റന്റ് ആയ സമയത്ത്. ഓക്കെ ആ ഒരു കാര്യം കിട്ടില്ലേ, എന്തുകൊണ്ട് ആ ഒരു ചേഞ്ച് നടക്കുന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫിഗർ നിന്ന് കൃത്യമായി മനസ്സിലാവും. അപ്പൊ ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, സോ ഞാനിവിടെ ഒരു വേവ് കൺസിഡർ ചെയ്യണം. എന്താണ് നമ്മൾ നോക്കണം, ഞാനിവിടെ ഒരു വേവ് വീണ്ടും കൺസിഡർ ചെയ്യാണ്. ഡിസ്പ്ലേസ്മെന്റ് അതുപോലെ ഡിസ്റ്റൻസ് നമ്മളൊരു വേവ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഞാൻ ഈ ഒരു വേവ് ഉണ്ടാകുന്നത് 1 സെക്കൻഡിനുള്ളിലാണ്. ഓക്കെ, സോ 1 സെക്കൻഡിനുള്ളിലാണ്, നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ എൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആയിരുന്നു. എന്താണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്? 6 മീറ്റേഴ്സ് ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. ഇവിടുത്തെ ടൈം 1 സെക്കൻഡ്. അപ്പം നമുക്ക് പറയാൻ പറ്റും 6 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാൻ പറ്റും. എന്താ ഇവിടുത്തെ വെലോസിറ്റി. ഓക്കെ, ഇനി ഞാൻ നോക്കുന്ന സമയത്ത് നമുക്കറിയാവുന്നതാണ് നമ്മുടെ വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത്. ഇവിടുത്തെ 2 മീറ്റർ ആണെന്ത് ഇവിടുത്തെ വേവ് ലെങ്ത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടുത്തെ ഫ്രീക്വൻസി നോക്കല്ലേ, ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഓസിലേഷൻസിനല്ലേ. സോ ഞാൻ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 1 കംപ്ലീറ്റ് ആയി, പിന്നെ 2 കംപ്ലീറ്റ് ആയി, 3 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്പർ ഓഫ് ഓസിലേഷൻസ് ഈ ഒരു പോയിന്റിൽ നമ്പർ ഓഫ് ഓസിലേഷൻസിൽ എന്താണ് നമുക്ക് കിട്ടും 3 എന്ന് കിട്ടും. ഓക്കെ, സോ തേർഡ്സ് എന്ന് കിട്ടും. റെഡി, ഞാൻ ഈ രണ്ടാളെയും കൂടി കൂട്ടുകയാണെങ്കിൽ, അതായത് ഇതിൻ്റെ മൊത്തം ഡിസ്റ്റൻസ് ആണ് എന്ത് നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കിട്ടും? വേവ് ലെങ്ത് ഇൻറ്റു നമ്പർ ഓഫ് ഓസിലേഷൻസ്. വേവ് ലെങ്ത് ഇൻറ്റു നമ്പർ ഓഫ് ഓസിലേഷൻസ് കിട്ടില്ലേ? വേവ് ലെങ്ത് ഇൻറ്റു നമ്പർ ഓഫ് ഓസിലേഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിനെ ഫ്രീക്വൻസി എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ അതെന്താണ് തരുന്നത്? വെലോസിറ്റി ആണ് തരുന്നത്. അപ്പോൾ ഒരു റിലേഷൻ ഇവിടെ മക്കൾ കാണുന്നില്ലേ? ആ റിലേഷൻ എന്താണ്? ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ വേവ് ലെങ്ത്, അതായത് വേവിന്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി. ഓക്കെ, സ്പീഡ് ഓഫ് വേവ് അല്ലെങ്കിൽ തരംഗത്തിന്റെ വേഗത എന്തിനൊക്കെ ഈക്വൽ ആണ്? ഇവിടുത്തെ ഫ്രീക്വൻസിക്കും ഇവിടുത്തെ വേവ് ലെങ്തിനും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുന്ന? തരംഗത്തിന്റെ വേഗത, തരംഗത്തിന്റെ ദൈർഘ്യം ഇൻറ്റു എന്താണ്? ആവൃത്തിയാണ്. ഓക്കെ, സിമ്പിളായിട്ട് കാര്യം കിട്ടിയില്ലേ? ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു ഫോർമുലയെ നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ തിരിച്ചു പറയാവുന്നതാണ്. എന്താ നമുക്ക് തിരിച്ചു പറയാൻ പറ്റുക? V = F lambda. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഇത് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, ഓക്കെ, ഈ ഒരു സംഭവം വെച്ചുള്ള ക്വസ്റ്റ്യൻ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കൾ, ശ്രദ്ധിച്ചിരിക്കുക, ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. എന്താ ചോദിച്ചേ? ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി ഓഫ് എ ലോഞ്ചിറ്റ്യൂണൽ വേവ് ആണ് പറഞ്ഞിട്ടുള്ളത്. ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 350 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇൻ ദ എയർ ഈസ് 35 Hz. അപ്പോൾ ഫ്രീക്വൻസി 35 ആണ്. അതിൻ്റെ സ്പീഡ് എന്താണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ സ്പീഡ് എന്താണ്? 350 ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രീക്വൻസി എന്താണ്? 35 Hz ആണ്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിൽ എന്താ കാണാൻ പറഞ്ഞേ? വാട്ട് ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻ ഓർ റെയർഫാക്ഷനോ? ഈ ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ആണ്. ലോഞ്ചിറ്റ്യൂണൽ വേവ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കംപ്രഷനും അല്ലെങ്കിൽ വേവ് ഫ്രാക്ഷനും. സോ കംപ്രഷനും റെയർഫാക്ഷനും തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ. സോ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയാ. 2 റെയർഫാക്ഷൻസിന്റെ ഇടയിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ എന്ത് പറയാ? വേവ് ലെങ്ത് എന്ന് പറയാ. അപ്പൊ ഇവിടെ ചോദിച്ചത് കോൺസിക്യൂട്ടീവുകളുടെ കംപ്രഷനോ റെയർഫാക്ഷനോ? ആക്ച്വലി എന്താ ചോദിച്ചേ? വേവ് ലെങ്ത് കാണാനാണ് ചോദിച്ചേ. നമുക്ക് അറിയാവുന്നതാണ് വേവ് ലെങ്ത് തമ്മിലെ എന്താ പറയാ റിലേഷൻ. ഓക്കെ, ആ റിലേഷൻ ലാംഡ. സ്പീഡ് അല്ലെങ്കിൽ വേഗത എന്ന് പറയുന്നത് എന്താണ്? ആവൃത്തി ഇൻറ്റു തരംഗത്തിന്റെ ദൈർഘ്യം. ഓക്കെ, സോ ഇവിടെ നമുക്ക് എല്ലാം ക്ലിയർ ആയി തന്നിട്ടുണ്ട്. നമുക്ക് സ്പീഡ്, അപ്പൊ ലാംഡ കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? വെലോസിറ്റി. ലാംഡ ഇവിടെയാണ് എടുക്കുന്നത്, അപ്പോൾ ഫ്രീക്വൻസി ഇതിന്റെ അടിയിലേക്ക് കൊണ്ടുപോവാ. വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി. ഓക്കെ, വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി. എന്തായിരുന്നു ഇവിടുത്തെ വെലോസിറ്റി?
350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ അടുത്ത ഫ്രീക്വൻസി എന്താണ്? 35 ഹെർട്സ് ആണ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താ ബാക്കി കിട്ടുക? 10 മീറ്റേഴ്സ് എന്ന് കിട്ടും. അപ്പം വേവ് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കംപ്രഷൻ അത് നമുക്ക് എന്താ ഇടേണ്ടത്? 10 മീറ്റേഴ്സ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എ സൗണ്ട് വേവ് ഓഫ് ദ ഫ്രീക്വൻസി ഓഫ് 175 ഹെർട്സ് ഹാസ് എ വേവ് ലെങ്ത് 2 മീറ്റർ. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ സൗണ്ട്? ഓക്കെ, ഒന്നുമില്ല, ഇവിടെ നേരെ തിരിച്ചു ചോദിച്ചേ, സ്പീഡാ ചോദിച്ചേ, ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മൾ ആവൃത്തി തന്നിട്ടുണ്ട്, അതേപോലെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തരംഗത്തിൻ്റെ ഇതായിരിക്കും. സോ അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തരംഗ വേഗത കാണാൻ പറ്റും. ഓക്കെ, എന്താ തരംഗ വേഗത? ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് എന്ന് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എന്താ കിട്ടുക? ഓക്കെ, നമുക്ക് കിട്ടും 350 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സിമ്പിൾ അല്ലേ? സിമ്പിളായിട്ട് കിട്ടില്ലേ? സിമ്പിളാണ്. സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചെടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ മക്കൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ഈ കാര്യം സെറ്റാക്കുക. അപ്പോൾ നമ്മൾ ഫുൾ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മളെ തരംഗത്തിനുള്ള അല്ലെങ്കിൽ വേവ്സിനുള്ള സവിശേഷതകൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. സോ ഇനി നമ്മൾ സൗണ്ട് വേവ്സിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. സോ അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കൃത്യമായിട്ട് പഠിക്കാം. സോ അതുവരേക്കും ബൈ സ്റ്റുഡൻസ്.